ഈ പിള്ളാര് കിടന്ന് അവിടെ കിടന്ന് അടി കൂടുന്ന കിട്ടി. യോടാ മറിഞ്ഞു വീഴൂടാ ടാടാ പയ്യടാ. നീ കേറി വാ, ഞാൻ ചോറൊക്കെ ആക്കി വെച്ചേക്കുന്നു. മതി മതി കളിച്ചാ മതി. ആ വരുന്നു വലിയമ്മ, നമ്മൾ കളിച്ചിട്ടൊക്കെ വരാം. എനിക്കാണെങ്കിൽ നിനക്കൊക്കെ തന്നിട്ട് വേണം ഇച്ചിരി നിസ്കരിക്കാനൊക്കെ പോവാൻ. വാ വലിയമ്മയുടെ കാര്യം, ഞങ്ങളിപ്പോ വരാം. വാടാ, കൊച്ചിന് തെള്ളിയിടല്ലേടാ. ഇപ്പൊ ഒന്നും വേണ്ട വലിയമ്മ, നമ്മൾ വരാം. ഓ എനിക്കതൊക്കെ കാണാൻ വയ്യ. ഓ ഇതൊക്കെ അടി കൂടുവോ? ഓ വീഴല്ലേടാ, വീഴല്ലേ, കൊച്ചിനൊന്നും ചെയ്യില്ലേ. ഈ പിള്ളേരെ മേയ്ക്കുന്ന കാര്യമാണ് പാട്, പറഞ്ഞാലും കേക്കത്തില്ല. വല്യമ്മ അവിടെ എടുത്ത് വെച്ചേക്ക്, ഞങ്ങള് വരാം. എന്റെ ലോഹറ് കളാവും. ഞാൻ പോയി നിസ്കരിക്കാൻ നോക്കട്ടെ. വേണ്ടപ്പോ വന്ന് തിന്നട്ട്. ഞാനെന്താ പറയണ, പാപ്പാടുത്തും പറഞ്ഞാൽ കേൾക്കത്തില്ല, മക്കളടുത്തും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഉമ്മ എന്താ ഒരു ബഹളം? ഇവിടെ ഒരു മേളം തന്നെയല്ലേ, അങ്ങ് റോഡിൽ കേൾക്കാറുന്നല്ലേ സൗണ്ട്. ഓ നിന്റെ രണ്ട് മക്കളെയും കൊണ്ട് ഞാൻ കിടന്നു പെടുന്ന പാട്. ഞാനങ്ങാണം പറഞ്ഞ ഏത്തുങ്ങൾ കേക്കൂ. തിന്നാൻ വിളിച്ചാ വരത്തില്ല, കുളിക്കാൻ വിളിച്ചാ വരത്തില്ല. ഓ നിന്നെയൊക്കെ വളർത്തിയപ്പോ അടി എന്നാ നുള്ളു എന്നാ ഒക്കെ പറഞ്ഞ് അനുസരിക്കായിരുന്നു. ഇതിപ്പോ അവരടിക്കാനാ നുള്ളാനാ പോയാൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞടിച്ച് വീഴത്തില്ലേ. ഓ എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങളൊന്നും പറയാൻ പോണ്ട, തള്ളില്ലാത്ത മക്കളല്ലേ, അവര് കളിക്കെടുക്കുക എന്തേലും ചെയ്യട്ടെ. നീ ഇന്നലെ പോയ കാര്യം എന്തായി? അയാളങ്ങനെ വിളിച്ചാ? ആ അവര് വിളിച്ചിരുന്നു, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നോക്കടാ. അതുമ്മ മക്കൾ ഇഷ്ടപ്പെട്ടല്ലേ നടത്താൻ പറ്റൂ. അതിന് പിള്ളേർക്ക് എന്താ കുഴപ്പം? നീ അങ്ങ് പറഞ്ഞ് സമ്മതിപ്പിച്ചാ മതിയല്ലേ. നീ പിള്ളേരെ സമ്മതം വേണം, ഇത് എന്തുവാ ഇത്? ഇപ്പോഴത്തെ കാലം എന്തോന്ന്? ഈ പിള്ളേരെ സമ്മതം വേണം, പിന്നെ അവരെ സമ്മതം വേണം, ഇവരെ സമ്മതം വേണമെന്നും പറഞ്ഞ് നിക്കല്ലേ നീ. മക്കൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ. അവര് സമ്മതിക്കണമെങ്കിൽ നോക്കാം. മക്കളെ മനസ്സ് വിഷമിപ്പിച്ചോണ്ടൊന്നും അത് വേണ്ട. ഞാൻ കുറച്ച് നാളുകൂടെ എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൂടെ കഴിയുമ്പോ ഞാൻ അങ്ങ് പോവും. നിങ്ങളെവിടെ പോന്ന്? നിങ്ങളിവിടെ തന്നെ കാണും. ഈ വെച്ച് വിളമ്പി തരുന്ന ആര്? വെച്ച് വിളമ്പി തരാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു എന്തെങ്കിലും ഒരു ചായയെങ്കിലും അണത്തി തരുമെന്ന്. വെച്ച് വിളമ്പി തരാനാണാ? പൈസ കൊടുത്ത ആളിനെ കിട്ടും ഉമ്മ. പൈസ കൊടുത്താലൊക്കെ കിട്ടും, അത് ജോലിക്കല്ലേ ആളെ കിട്ടൂ, വീട്ടുകാരിയായിട്ട് കിട്ടൂ. മക്കള് കുറെ കൂടെ ആകുമ്പോ അവരവരോരോ കാര്യം നോക്കി അങ്ങ് പോവും. പിന്നെ നീ ഒറ്റയ്ക്കാകത്തില്ലേ. ഇത് രണ്ട് ആൺപിള്ളേർ, അതാ പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണം. മക്കളെ കുറ്റപ്പെടുത്താതെ അമ്മ, നിങ്ങളവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി, അവർക്ക് വേണം പോന്ന് കഴിച്ചോളും. ഒരു വക പറഞ്ഞ അത് കേക്കത്തില്ലല്ലേ. ഇപ്പൊ തന്നെ ചോറെല്ലാം ആക്കി വെച്ചിട്ട് വാ മക്കളെ തിന്നു മക്കളെ എന്ന് വിളിച്ചപ്പോ അവിടെ കിടന്ന് അടി കൂടുന്നു. ഞാൻ കിടന്ന് രണ്ട് ഇരപ്പ് വരച്ചിട്ട് ഞാൻ ഇവിടെ വന്നല്ല, ഞാൻ എന്താ ചെയ്യണം? എനിക്ക് നിസ്കരിക്കുകയും കുളിക്കുകയൊക്കെ വേണ്ടേ, അതിന്റെ കൂടെ എനിക്ക് കിടന്ന് വയ്യ. മക്കൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ നടത്താൻ പറ്റും. ഇനിയിപ്പൊ എന്താന്ന് പറഞ്ഞാലും നോക്ക് നീ. വാ വാ, നിനക്കെങ്കിലും ചോറ് തരാം, നീ പോയി വിളിച്ചോണ്ടോ അമ്മാരെ. ഞാൻ മക്കളെ വിളിച്ചിട്ടിരാം, നിങ്ങൾ എടുത്ത് വെക്ക്. ഞാൻ പറയുമ്പോ അവന് തമാശ. നമ്മള് പറയുന്നതൊന്നും ആർക്കും ഒരു വിലയും ഇല്ലല്ലേ. ഞാനോ വിളിച്ച
അധികം നാളൊന്നും ഞാൻ പോവത്തില്ല. നിന്റെ അടുത്ത് പറഞ്ഞാ നീ കേക്കത്തുമില്ല. നിങ്ങൾക്ക് എന്താ നാട് വിട്ടു പോകാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടാ? അതാ വിസ റെഡിയാക്കി വെച്ചേക്കുന്ന. ആ, ഇവിടെ ഇരിക്കുക ഞാൻ നിന്റെ ജീവിതകാലം മുഴുക്കാൻ. അത് പറഞ്ഞ് എങ്ങനെ നോക്ക്. അല്ലെങ്കിൽ ഞാൻ നമ്പരിഞ്ഞ് അയാളെ ഞാൻ വിളിക്കാം. ബാക്കി കാര്യമൊക്കെ ഞാൻ സംസാരിക്കാം. ഇനി നീ സംസാരിച്ചിടത്തോളം മതി. ഇനി ഞാൻ സംസാരിക്കാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഉറയ്ക്കണം. ഞാൻ പോയി കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അമ്മ എടുത്ത് വെക്ക്. തരാം മോനെ, മക്കളെ. ആ ആ ഞാൻ ഉമ്മ അടുത്ത് കൊടുക്കാം. ഉമ്മ ഇതാ മറ്റല്ല കാക്ക വിളിക്കുന്ന ഫോണ്. ആ ഹലോ ഹലോ. ആ ആ ആ അറിയാം. ആ മോൻ പറഞ്ഞായിരുന്നു. എങ്ങനെയുണ്ട് പെണ്ണ്? കെട്ടിയതാണോ? ആ, വേറെ കുഴപ്പം വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. എൻ്റെ ചെറുക്കനെ നോക്കുന്ന ഒരു പെണ്ണായിരിക്കണം. പിന്നെ 2 കൊച്ചുങ്ങളുണ്ട്. ആ കൊച്ചുങ്ങളെ നോക്കണം. എനിക്ക് അതേ പറയാനുള്ളൂ. തള്ള കണക്ക് തന്നെ നോക്കണം. തള്ള ഇല്ലാത്തതിൻ്റെ കുറവൊന്നും അറിയിക്കാൻ ഇട വരരുത്. എൻ്റെ മക്കളാണ്. അവരെ നോക്കുന്ന കണക്കുള്ള പെണ്ണിനെ മതി. ആ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോക്ക്. പിന്നെ വന്ന് കയറിയിട്ട് ഇവിടെ പ്രശ്നവും കാര്യമൊന്നും വരരുത്. എൻ്റെ 2 മക്കളെ നല്ല പൊന്നു കണക്ക് നോക്കണം. ആ പെണ്ണുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കുകയും വേണം. എന്നിട്ട് നമുക്ക് നോക്കാം. ആ, കാണണമെന്നുണ്ട്. നാളെ ഞാനും അവനും കൂടെ അങ്ങോട്ട് വരാം. പിള്ളേരെയും കൊണ്ടുവരാം. ഇനി പറയുന്ന കണക്ക് നിങ്ങൾ വാക്ക് പിന്നെ മാറ്റിയൊന്നും പറയരുത്. നല്ലതാണെന്നൊക്കെ നിങ്ങളിപ്പോൾ പറയും, കാര്യം നേടുന്നിടം വരെ. ആ എങ്കിൽ ശരി. അല്ല, എനിക്ക് വേണം, എന്തായാലും നടത്തണം. ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ കൊച്ചുങ്ങളുടെ അടുത്ത് കൂടെ ഒന്ന് സംസാരിക്കട്ടെ. ആ ഓ, പൈസ അവൻ്റെ പറയാം, അയച്ചു തരും. വേറെ കുഴപ്പമൊന്നും കാണരുത്. ആ, ഞാൻ വന്ന് നോക്കിയിട്ട് ഉറപ്പിക്കാം എന്തായാലും. ഇവിടുത്തെ കാര്യമെല്ലാം അറിയാമല്ലേ? അതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ അടുത്ത്. ആ, അത് മാത്രം മതി. വേറെ ഒന്നും നമുക്ക് വേറെ ഒരു നോട്ടവും ഇല്ല. എൻ്റെ കൊച്ചിനെയും എൻ്റെ ചെറുക്കനെയും നല്ലപോലെ നോക്കുന്നവരായിരിക്കണം. എൻ്റെ കാര്യമൊന്നും നോക്കിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആവതുള്ള കാലത്തുള്ള ഞാൻ നടക്കും. ആ എങ്കിൽ കൊള്ളാം. എങ്കിൽ നിന്ന് പോവാൻ പെണ്ണിന്. ഞാൻ പിന്നെ ഒന്നിനും പോകത്തില്ല. നിനക്കറിയാമല്ലേ എൻ്റെ സ്വഭാവം. ഇപ്പം എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാണ്. എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല. കൊച്ചുങ്ങളൊക്കെ വലുതായി. എല്ലാവരുടെ കാര്യം ഓടി നടക്കാനൊന്നും എൻ്റെ കാലൊന്നും വയ്യ. ആ, ഞാൻ എൻ്റെ കൊടുത്തേക്കാം. അപ്പം നാളെ നീ വിളിച്ച് പറഞ്ഞുതരാം. നാളെ വൈകിട്ട് വരാമെന്ന്. ആ, വൈകിട്ടാണ് എന്തോ കൊച്ചുങ്ങളെ അടുത്തൂടെ സംസാരിക്കട്ടെ. ശരിയെങ്കിൽ വെയ് ഡാ. ആ ആ ശരി ശരി. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും പറയണ്ട. ആ, നാളെ കാണാമെന്ന് പറഞ്ഞു പോയി. ഓ ശരി, എന്നാൽ വയ്ക്കട്ടെ. എന്താ പറഞ്ഞമ്മ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. പെണ്ണൊന്നും ഒഴിഞ്ഞതാ. ഒഴിഞ്ഞതാണോ അമ്മ? ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ആ പെണ്ണിൻ്റെ പ്രശ്നമൊന്നും അല്ല. അല്ലടാ, അതൊന്നും അല്ല. അതെനിക്ക് അറിയാവുന്നതും കൂടെയാണ്. ഉമ്മായിക്ക് അറിയോ? അവനിക്കും അറിയാവുന്ന പെണ്ണ. അതൊന്നും ഒരു കുഴപ്പമില്ല. നാളെ ചെല്ല. മക്കളെ വിഷമിപ്പിച്ചോണ്ടൊന്നും വേണ്ട. നീ ആദ്യം മക്കളുടെ അടുത്ത് സംസാരിക്കണം. ഞാനും കൂടെ സംസാരിക്കാം. നീ കൊച്ചുങ്ങളെ വിളി. ചെല്ലിടാ.
എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ എങ്ങനെ എൻ്റെ മക്കളോട് സംസാരിക്കും? ഇപ്പം സംസാരിച്ചിട്ടേ നാളെ വൈകിട്ട് പോയി പിള്ളേരെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ നിന്നെ കണക്കാ ആ വിളി മക്കളെ. അത് വേണോ? മോനെ നീ അങ്ങോട്ട് മാറ്. മക്കളെ ആവശ്യേ അതെ. എന്താ വല്യമ്മ? ഓ ഇന്ന് വലിയമ്മ വിളിച്ചപ്പോ എന്തായാലും വന്നല്ലേ, ഭാഗ്യം. കസേര ഇഞ്ഞിറാ, കസേര ഇഞ്ഞെടുത്തിട്ട് വാ. ഓ അവിടെ ഇട്ടിരി. നിങ്ങളും പിള്ളേരും അങ്ങോട്ട് ഇരുന്നേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. നിങ്ങളെവിടെ നിൽക്കാം? ഓ എങ്കിൽ നിക്ക്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്ന കേക്കണം. സംസാരിക്കട്ടെ എൻ്റെ മക്കളെടുത്ത്. ഞാൻ പറഞ്ഞ എൻ്റെ മക്കള് കേക്കും. എന്താ വല്യമ്മ? മക്കളെ ഉമ്മ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ. വലിയമ്മ ഈ വീട്ടിൽ കിടന്ന് നിങ്ങളെ നോക്കി ജോലിയും ചെയ്ത് വലിയമ്മയ്ക്ക് വയ്യ. അപ്പോൾ വലിയമ്മ പറഞ്ഞേ പാപ്പി ഒരു കല്യാണം കഴിക്കാൻ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വലിയമ്മയ്ക്ക് ഇനിയും വയ്യ മക്കളെ. വലിയമ്മയുടെ കാര്യം കൂടെ നോക്കുക ആരുമില്ല. അപ്പോൾ വാപ്പിക്കും നിങ്ങളെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതിയാ. നിങ്ങൾക്കൊരു ഉമ്മായെ കിട്ടുന്നതല്ലേ. വലിയമ്മ ഒരു പെണ്ണിനെ നോക്കി, കുഴപ്പമില്ല. മക്കളെ നല്ലപോലെ നോക്കിക്കോളും. വലിയമ്മ അതെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. വാപ്പി മക്കൾക്ക് നാളെ നമുക്കൊന്ന് പോയി ആ പെണ്ണിനെ കാണാം. മക്കളെ പൊന്നണക്ക് നോക്കും. നിങ്ങൾക്ക് ഉമ്മ ഇല്ലാത്തതിൻ്റെ വിഷമം അറിഞ്ഞൂടെ? ഉമ്മ ഇല്ലാത്തതിൻ്റെ വിഷമം മക്കൾ അറിയത്തില്ലേ? വലിയമ്മ പറയുന്നതെന്ന് കേൾക്കണം. നിങ്ങളെന്താ ഒന്നും പറയാത്തത്? നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറ മക്കളെ. നിന്റെ വാപ്പിക്ക് ഞാൻ വാക്ക് കൊടുത്ത് നിങ്ങൾ സമ്മതിക്കുമെന്ന്. ആ പെണ്ണിന് ഞാൻ വാക്ക് കൊടുത്ത്. വലിയമ്മ ഇനി എത്ര കാലം എൻ്റെ മക്കളെ പിറക്കടന്ന് നിങ്ങളെ കാര്യമൊക്കെ നോക്കുന്നത്? ഒരു ഉമ്മ വന്നാൽ നിങ്ങളെ എല്ലാ കാര്യവും നോക്കും. നിങ്ങൾക്ക് ആഹാരം വെച്ച് വിളമ്പിത്തരും, നിങ്ങൾക്ക് നിങ്ങളെ ഉറക്കും, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കും, നിങ്ങളെ പഠിപ്പിക്കും, എല്ലാം ചെയ്യത്തില്ലേ? ഒരു വീടാകുമ്പോൾ പിന്നെ നിന്റെ വാപ്പിയുടെ കാര്യങ്ങൾ നോക്കും. വലിയമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല. ഓരോ ദിവസം ചെല്ലുന്തോറും വലിയമ്മയ്ക്ക് വെപ്രാളമാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി എൻ്റെ മക്കളെല്ലാം വഴിയിലായി പോകില്ല എന്നൊരു വിഷമം. അതുകൊണ്ട് അല്ല മക്കളെ, ഞാൻ മരിച്ചു പോകുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുക? എൻ്റെ മക്കൾ എവിടെയെങ്കിലും ഒന്നായി ഒരു സമാധാനമായെങ്കിൽ എനിക്കൊരു പോവാൻ. ഓരോ ദിവസവും ഞാൻ എൻ്റെ ദ്വാരപ്പത ഒരു കുടുംബമായി കണ്ടിട്ട് വേണം. വല്യമ്മ കരയണ്ട, വല്യമ്മ കരയണ്ട. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല വല്യമ്മ. ഉമ്മയെ കിട്ടുന്നത് നല്ലതല്ലേ? എടാ പിന്നെ നീയല്ലേ ഓടാ നിന്റെ മക്കൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അവർക്കൊരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വൈകിട്ടൊന്ന് പോയി പോവാം. നാളെ വൈകിട്ട്
സന്തോഷാണോ നിങ്ങക്ക്? ഒരു കുഴപ്പമില്ലല്ലേ? ഓ ചെല്ല്, നിന്റെ വാപ്പി എടുത്ത് ചെല്ല്, സമാധാനപ്പെടു. ഓ അവനിക്കായിരുന്നു എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല, എൻ്റെ മക്കള് സമ്മതിക്കത്തില്ല, എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്ന. അവർക്കൊരു തള്ളയെ കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹം. അപ്പൊ ഞാൻ അയാളെ പോയി ഒന്ന് വിളിക്കട്ടെ. ഹാപ്പി, നമുക്ക് ഉമ്മയെ കിട്ടുന്ന സന്തോഷമാണ് പുതിയ മക്കൾക്ക്. അതാകുമ്പോ കുറച്ച് വല്യമ്മയുടെ കുറച്ച് വഴക്കെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഉമ്മയിന്ന് വിളിക്കാനും പറ്റും. അപ്പൊ മക്കൾക്ക് കുഴപ്പമില്ലേ? ഞങ്ങക്ക് സന്തോഷം ഒരു ഉമ്മയെ കിട്ടുന്നതില്. ആ. അല്ലേക്ക ഞങ്ങള് പൊന്നു പോലെ നോക്കിക്കോളും. വാപ്പി നാളെ വാ. നാളെ പോവാം മക്കളെ. ഇക്കാക്ക് സന്തോഷമില്ലേ? എനിക്ക് സന്തോഷമാണ്. നമുക്ക് നാളെ പോവാം. കണ്ടോളാം വയ്യ, നേരത്തെ പോവാം.